മടുപ്പിക്കുന്ന വൈകലോ എന്നാണ് ചോദ്യം. മധു, മടുത്തോ? നേരത്തെ ആൻറ്റോ സാറും ഞാനും കൂടി ഡെസ്കിലിരുന്നപ്പോൾ പറഞ്ഞതായിരുന്നു മടുപ്പിക്കുന്ന വൈകലല്ല, അത് മുടിപ്പിക്കുന്ന വൈകലാണ് എന്ന ആ നിലയ്ക്കാണ് ഈ കാര്യങ്ങൾ കൈവിട്ടു പോകുന്നത്. അല്ലാതെ തരാതരം സമയത്തിന് മാറ്റി പറയുന്ന ഒരു ആ പരമ്പരയിൽ കൂട്ടിയാൽ മതി അത് ആരുടേതാണ് കമന്റ് എന്നുള്ളത്. ഇനി ശരി, അപ്പൊ നാളെ പ്രഖ്യാപിക്കും എന്ന് പറയുന്നു. നാളെ പ്രഖ്യാപിച്ചാൽ പ്രഖ്യാപിച്ചു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കഴിഞ്ഞ ഒരു 3-4 ദിവസമായി വൈകുന്നേരം 4 മണി ബുള്ളറ്റിൻ വായിക്കാൻ കയറുക, ആർ റോഷിപാലും നമ്മുടെ നോബിൾ മാരിക്കാരനും എല്ലാം ഇപ്പോൾ പ്രഖ്യാപിക്കും എന്നുള്ള ACC വാർത്തകൾ നമുക്ക് നൽകുക. അടുത്ത മണിക്കൂറിൽ പ്രഖ്യാപിക്കും എന്ന് പറയുന്നു. ഇന്നോ നാളെയോ എന്ന് പറയുന്നു. ഇന്നോ നാളെയോ കേൾക്കാൻ തുടങ്ങിയിട്ട് 4 ദിവസമായി എന്നുള്ളതാണ്. അപ്പോൾ നാളെ CLP യോഗം ചേരുന്നതിൻ്റെ കൂടി ഇനി മറ്റേതെങ്കിലും യോഗം ചേരണമെന്ന് ഇവിടെ വരുന്ന ACC മെമ്പേഴ്സിന് തോന്നിയിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യെങ്കിൽ ആകെ ഒരു പ്രതീക്ഷ ജയറാം രമേശ് നാളെ പ്രഖ്യാപിക്കും എന്ന് പറഞ്ഞതാണ്. അതുകൊണ്ട് അതിൽ വിശ്വസിക്കുക എന്ന നിസ്സഹായാവസ്ഥയാണ് കേരളത്തിലെ കോൺഗ്രസ് അണികൾക്കും മാധ്യമപ്രവർത്തകർക്കും മറ്റുള്ളവർക്കും ഉള്ളത് എന്നതാണ് പ്രധാനം. ഈ ഹൈക്കമാൻഡ് ഒരു തീരുമാനമെടുത്തിരുന്നു. ഇപ്പോൾ കേൾക്കുന്നതാണ്, ഹൈക്കമാൻഡ് ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ തന്നെ ആരാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ആകേണ്ടത് എന്ന കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരുന്നു. അപ്പൊ പിന്നെ എന്തിനാണ് പുറത്ത് ഈ പേരുകൾ കാണാതിരിക്കാൻ ഒരു ഫയൽ പോലും വാങ്ങി നൽകാതെ ഈ നിരീക്ഷകരെ ഇങ്ങോട്ട് അയച്ചത് എന്നതാണ് ചോദ്യം. നിരീക്ഷകർ ഇവിടെ വന്നത് ഇവിടുത്തെ നിയുക്ത MLA-മാരിൽ നിന്ന് അഭിപ്രായം തേടാൻ വേണ്ടിയിട്ടായിരുന്നല്ലോ. അപ്പോൾ ഹൈക്കമാൻഡ് നേരത്തെ മനസ്സിൽ അങ്ങനെ ഒരാളുടെ മുഖം പറയുകയും അക്കാര്യത്തിൽ ഒരു തീരുമാനവും എടുത്തിരുന്നെങ്കിൽ പിന്നെ എന്തിനാണ് ഈ നിയുക്ത MLA-മാരുടെ അഭിപ്രായം എടുക്കാൻ ഒരുമ്പെട്ടത് എന്ന് മനസ്സിലാകുന്നില്ല. ഇനി അങ്ങനെ അഭിപ്രായം എടുത്ത് അവിടെ പോയതിനു ശേഷം 3 നേതാക്കളെയും വിളിക്കുകയും ചർച്ച ചെയ്യുകയും ഈ അഭിപ്രായങ്ങൾ സ്വീകരിക്കുകയും ചെയ്തു. ഇപ്പോൾ കോൺഗ്രസിന്റെ കാലാകാലങ്ങളായിട്ടുള്ള ഒരു ചട്ടക്കൂട് അനുസരിച്ച് കോൺഗ്രസ് പ്രഖ്യാപിക്കേണ്ടത് നിയുക്ത MLA-മാരുടെ അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ 1, 2, 3, 4, 5, 6, 7, 8, 9, 10 ദിവസം. ഇത്രയും ദിവസം എന്തിനാണിത് നീട്ടിക്കൊണ്ടു പോയത്? പരമ്പരാഗതമായ ആ രീതി അനുസരിച്ച് പ്രഖ്യാപിച്ചാൽ മതി. ഇനി സമ്മർദ്ദത്തിന് വഴങ്ങിയിട്ടാണെങ്കിൽ എവിടെയാണ് കോൺഗ്രസിന് ഈ സമ്മർദ്ദം നേരിടേണ്ടി വന്നിട്ടില്ലാത്തത്? ഏത് സംസ്ഥാനത്താണ് നേരിടേണ്ടി വന്നിട്ടില്ലാത്തത്? എല്ലായിടത്തും നേരിടേണ്ടി വന്നിട്ടുണ്ടല്ലോ. അവിടെയൊക്കെ എടുത്ത തീരുമാനങ്ങൾ കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന്റെ ലെഗസി അനുസരിച്ചാണെങ്കിൽ അതിൽ പിന്നീട് നേരിടേണ്ടി വന്ന തിരിച്ചടികൾക്കും ഈ ഹൈക്കമാൻഡ് ആയിരിക്കുമല്ലോ ഉത്തരം. അപ്പോൾ ഹൈക്കമാൻഡിന്റെ തീരുമാനങ്ങൾ തെറ്റിയ ചരിത്രവുമുണ്ട്. ഇനി തെറ്റിയാലും ഞങ്ങളുടെ കമാൻഡല്ലേ, ഞങ്ങളങ്ങ് സഹിച്ചു എന്നാണെങ്കിൽ അത് പ്രഖ്യാപിക്കണ്ടേ? ഇതിപ്പോൾ 10 ദിവസമായി ഭരണസ്തംഭനം അടക്കമുള്ള ആരോപണമാണ് എതിർപക്ഷം ഉന്നയിക്കുന്നത്. അത് വേറൊരു കോമഡിയാണ്. ഒരു ഇലക്ഷൻ പ്രഖ്യാപിക്കുന്ന ഒരു കാവൽ മന്ത്രിസഭ നിലവിൽ നിൽക്കുന്നത് ഭരണസ്തംഭനം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഭരണഘടനാപരമായി. അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഭരണസ്തംഭനം എന്ന് പറയുന്ന ആരോപണങ്ങൾ ഉണ്ടാകുന്നത്. ഇനി അതവിടെ നിൽക്കട്ടെ. ഹൈക്കമാൻഡ് അപ്പോൾ ഒരു തീരുമാനമെടുത്തു. ഇവിടെ മറ്റ് നടപടിക്രമങ്ങൾ ചട്ടപ്പടി നടക്കുന്നുണ്ട്. അങ്ങനെ ഡൽഹിയിലേക്ക് പോകുന്നു. ഡൽഹിയിൽ 3-4 ഘട്ടങ്ങളിലായി ചർച്ച നടക്കുകയാണ്. ഇവിടെ നിന്നുള്ള നിയുക്ത മുഖ്യമന്ത്രിമാർ അവിടേക്ക് വിളിക്കുന്നു. അതിനൊപ്പം സണ്ണി ജോസഫിനെ വിളിക്കുന്നു. അവരെല്ലാവരും ചേർന്ന് യോഗം നടക്കുന്നു. അവിടെ മല്ലികാർജ്ജുന ഖാർഗെയുണ്ട്. പിന്നീട് സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയും അടക്കം കൂടിക്കാഴ്ചകൾ നടക്കുന്നു. അതിനുശേഷം ഇവിടുന്ന് വർക്കിംഗ് പ്രസിഡന്റുമാരെ വിളിക്കുന്നു, മുൻ KPCC അധ്യക്ഷന്മാരെ വിളിക്കുന്നു. ഈ ചർച്ചകളെല്ലാം നടക്കുന്നു. ഇന്ന് രാഹുൽ ഗാന്ധിയും മല്ലികാർജ്ജുന ഖാർഗെയുമായി ഒന്ന് ജസ്റ്റ് കാണുന്നു, പ്രഖ്യാപിക്കുന്നു എന്നായിരുന്നു ഇന്ന് രാവിലത്തെ ഒരു ട്രെൻഡ്. അതിനുശേഷം പിന്നീട് AK ആന്റണിയുമായി വീണ്ടും ആശയവിനിമയം നടത്തുന്നു. കൊടിക്കുന്നിൽ സുരേഷുമായി വീണ്ടും ആശയവിനിമയം നടത്തുന്നു. അവരെല്ലാവരും ഇന്ന് VD സതീശന്റെ വീട്ടിലേക്ക് രാവിലെ 8 മണി മുതൽ ആളുകളുടെ ഒഴുക്കാണ്. KPCC ആസ്ഥാനത്ത് പോലും ഇല്ലായിരുന്നു അത്രയും ആളുകൾ. വൈകുന്നേരം ഒരു 6:30 മണി സമയമാകുമ്പോഴത്തേക്കും അവിടുന്ന് മുദ്രാവാക്യം വിളികൾ ഉയരുകയാണ്. അപ്പോൾ ഞാൻ ആലോചിക്കുകയാണ്, ഈ സമയത്ത് ഇനി KC വേണുഗോപാലിൻ്റെ ഒരു പ്രഖ്യാപനം വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്നത്. കാരണം അത്രയും ഒരു ക്രൗഡ് അവിടെ രൂപപ്പെട്ടിരിക്കുന്നു. ഒരു ക്രൗഡിൻ്റെ മനസ്ഥിതി എന്ന് പറയുന്നത് ഒരാളുടെയോ ഒരു ബോഡിയുടെയോ ആ നിലയ്ക്കുള്ള മനസ്ഥിതി ആയിരിക്കില്ല. അവിടേക്ക് KC വേണുഗോപാലിൻ്റെ ഒരു പ്രഖ്യാപനമാണ് വരുന്നതെങ്കിൽ, രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന ഒരു പ്രഖ്യാപനമാണ് വരുന്നതെങ്കിൽ എങ്ങനെയായിരിക്കും? VD സതീശൻ എന്ന പ്രഖ്യാപനമാണെങ്കിൽ അതൊരു ആഹ്ലാദവും ഒരു പുറത്തേക്കുള്ള ഒരു ശക്തി പ്രകടനവുമായിട്ട് അത് വളരെ സന്തോഷകരമായി ഒരു പരിസമാപ്തിയിലേക്ക് എത്തും. അപ്പോൾ ആ നിലയ്ക്കുള്ള പ്രശ്നഭരിതമായ സാഹചര്യം ഉണ്ടാകുന്നത് എന്തിൻ്റെ പേരിലാണ്? ഈ വൈകലിൻ്റെ പേരിലാണ്. ഇനി ഈ തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഈ നേതാക്കളെ വിശ്വാസത്തിലെടുക്കുക, ഈ നേതാക്കളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക, ഈ നേതാക്കളെ ഈ ഹൈ കമാൻഡിൽ നിർത്തുക എന്ന് പറയുന്ന ആരുടെ ഉത്തരവാദിത്തമാണ്? അതും നടപ്പിലാകുന്നില്ല എന്നുള്ളതാണ്. എന്തുകൊണ്ടാണ്? ഈ ഹൈക്കമാൻഡും ഈ ഹൈക്കമാൻഡിലെ അംഗങ്ങളും ഇവിടെയുള്ള നേതാക്കളും എല്ലാവരും തൽപര കക്ഷികളാണ്. എല്ലാവർക്കും നിക്ഷിപ്തമായ കൃത്യം താല്പര്യമുണ്ട്. അപ്പോൾ അത് നടപ്പിലാക്കാനുള്ള
ഈ പഞ്ചഗുസ്തിയാണ് നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ് ഈ തീരുമാനത്തിലേക്ക് എത്താൻ ആർക്കും കഴിയാത്തത്. ഇനി ഘടകകക്ഷികളുടെ കാര്യത്തിലേക്ക് വന്നാൽ ഞാൻ അത്ഭുതത്തോടു കൂടി നോക്കിയാണ് മല്ലികാർജ്ജുന ഖാർഗെയുടെ വീടിന് മുന്നിലേക്ക് ജയറാം രമേശ് വരുന്നു, പ്രഖ്യാപനം നടത്തുന്നു. അടുത്ത വാർത്ത എന്താണെന്നറിയാമോ? NSSന്റെ ജനറൽ സെക്രട്ടറി വാർത്താ സമ്മേളനം നടത്തുന്നു. AICC വാർത്താ സമ്മേളനം നടത്തുന്നതിന് തൊട്ടടുത്ത് പെരുന്തയിൽ നിന്ന് എന്ത് പറയുന്നു എന്ന് കാതോർത്തിരിക്കുകയാണോ കേരളം? വാർത്താ സമ്മേളനം വിളിച്ചിട്ടാണ് മാധ്യമപ്രവർത്തകർ അവിടെ ചെല്ലുന്നത് എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്നിട്ട് ഇത് കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. ലീഗ് ഇതിൽ ഇടപെടരുത്. ലീഗ് അവരുടെ ഘടകകക്ഷിയാണ്. ലീഗ് ഇടപെടരുത്. ആ വാർത്താ സമ്മേളനത്തിൽ തന്നെ ജി സുകുമാരൻ വേറൊരു കാര്യം പറയുന്നുണ്ട്. എന്താണെന്നറിയുമോ? വിദ്യാഭ്യാസ വകുപ്പ് കോൺഗ്രസ് നിലനിർത്തണം. ആഭ്യന്തര കാര്യം ആരുടേതാ? പെരുന്നയിലെ ആണോ കോൺഗ്രസിന്റെ ആണോ UDFന്റെ ആണോ? വിദ്യാഭ്യാസ വകുപ്പ് ലീഗിന് വിദ്യാഭ്യാസ മാനേജ്മെന്റുള്ള സ്ഥാപനം ആരുടെ ആഭ്യന്തര തീരുമാനമാണ്? അല്ല, വകുപ്പ് UDF തമ്മിൽ ചർച്ച നടത്തിയെടുക്കേണ്ട തീരുമാനമാണിത്. UDFിൽ ചർച്ച നടത്തിയെടുക്കുന്ന തീരുമാനമാണ്. ഘടകകക്ഷിയാണോ? സ്കൂൾ നടത്തുന്ന അല്ല, സ്കൂൾ നടത്തുന്നത് സർക്കാരിന്റെ NOC വാങ്ങിയിട്ടാണ്. NOCയിൽ എവിടെയും സമ്മർദ്ദ ശക്തികൾക്ക് അഭിപ്രായം പറയാം, അതിനനുസരിച്ചാണ് വകുപ്പ് വിഭജിക്കുന്നതെന്ന് പറഞ്ഞിട്ടില്ല. അഭിപ്രായം പറയാമെങ്കിൽ ലീഗിന് അഭിപ്രായം പറയാൻ പറ്റില്ലേ? ലീഗിന് അഭിപ്രായം പറയാൻ പറ്റില്ലേ? ലീഗിന് അഭിപ്രായം പറയാൻ പാടില്ലെന്ന് പറഞ്ഞു. വേദനിക്കുന്നുണ്ടെങ്കിൽ അങ്ങോട്ട് മാറി ഇരുന്ന് വേദനിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ. എനിക്ക് പറയാനുള്ളത് പറയാനാണ് ഞാൻ. നിങ്ങളൊന്ന് മനസ്സിലാക്കണം പ്രിയ പ്രേക്ഷകരെ, UDFന്റെ ഘടകകക്ഷിയായ ഒരു പാർട്ടിക്ക് ഒരു അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുന്നു ആര്? ഒരു സാമുദായിക സംഘടന. അങ്ങനൊന്നുമല്ല. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ്. കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷി നേതാവിനെ തെരഞ്ഞെടുക്കും. കോൺഗ്രസിന്റെ ആഭ്യന്തര കാര്യമാണ് എന്ന് പറഞ്ഞാൽ പറയുന്നത് ശരിയല്ല എന്ന് പറയുമ്പോ ഞാനാണ് സംസാരിക്കുന്നത്. ആ UDFിനുള്ളിൽ ചർച്ച ചെയ്തെടുക്കേണ്ട മന്ത്രിസഭാ വകുപ്പ് വിഭജനം അടക്കമുള്ള കാര്യങ്ങളിൽ പൊതു അഭിപ്രായം പറയാൻ UDFിലെ കക്ഷിയല്ലാത്ത ഒരു സാമുദായിക സംഘടനയ്ക്ക് കഴിയുന്നു. അവർ പറയുന്നു ലീഗ് എടുക്കുന്ന ഈ നിലപാട്, ലീഗ് ഈ കാര്യത്തിൽ അഭിപ്രായം പറയുന്നത് ശരിയല്ല എന്ന് പറയുന്നതിൽ കൃത്യമായ പ്രകടമായ ഘടകവിരുദ്ധതയുണ്ട് എന്നുള്ളതാണ് എനിക്ക് പറയുന്നത്. ലീഗ് ഭീഷണിപ്പെടുത്തി എന്ന് പറയുന്നു. ലീഗ് ഭീഷണിപ്പെടുത്തിയെന്ന് ഏതെങ്കിലും കോൺഗ്രസ് നേതാക്കൾ പറഞ്ഞു? ലീഗ് അഭിപ്രായം പറയുന്നതിനുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ട്. ലീഗ് ഭീഷണിപ്പെടുത്തിയെന്ന് കോൺഗ്രസിന്റെ ഒരു നേതാവും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇനി പോകട്ടെ, AP സമസ്ത ഹൈക്കമാൻഡിന് കത്തയച്ചു. AP സമസ്ത ഈ UDFിനുള്ള സംഘടനാ സംവിധാനത്തിനുള്ള സംവിധാനമാണോ? AP സമസ്ത അങ്ങനെ ഒരു അഭിപ്രായം പറഞ്ഞതിൽ AP സമസ്തക്കെതിരെ ആർക്കും ഒരു വിമർശനവുമില്ല. പക്ഷെ ഘടകകക്ഷി ഹൈക്കമാൻഡിൽ കൃത്യമായ നിലപാടെടുക്കുന്നതും അവർക്കൊരു അഭിപ്രായം പറയുന്നതുമായി ബന്ധപ്പെട്ട് നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്കും വലിയ ബുദ്ധിമുട്ടാണ്, വിഷമമാണ്, വേദനയാണ്. സമസ്ത കത്തയച്ചു നമ്മുടെ കോഴിക്കോട് ബ്യൂറോ ആണ് റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ ഇതിലൊക്കെ ഒരു അനുപാതരഹിതമായ തരത്തിലുള്ള ആക്രമണ ബുദ്ധിയുണ്ട്. അത് തിരിച്ചറിയാൻ മിനിമം കോമൺ സെൻസ് ഉള്ളവർക്ക് കഴിയും. ഇനി ഇതെല്ലാം, അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും, ഇതെല്ലാം ഉണ്ടാക്കിയെടുത്തത് ഈ തീരുമാനം വൈകുന്ന ഓരോ നിമിഷവുമാണ്. ഇതിന് നാളെ പ്രഖ്യാപിച്ചില്ലെങ്കിൽ നാളെ അടുത്ത വിവാദമുണ്ടാകും, മറ്റന്നാൾ പ്രഖ്യാപിച്ചില്ലെങ്കിൽ മറ്റന്നാൾ അടുത്ത വിവാദമുണ്ടാകും. ഇനി 10 ദിവസം മാത്രമാണ് ദീപാദാസ് മുൻഷി പറഞ്ഞ 23 ദിവസത്തിലേക്ക് പോകുന്നത്. പിന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ മുഖ്യമന്ത്രിയും 4 മന്ത്രിമാരും സത്യപ്രതിജ്ഞ ചെയ്താലും മതി, മന്ത്രിസഭ വരാൻ പിന്നീട് വേണമെങ്കിൽ തീരുമാനമെടുത്താലും മതി. അതുകൊണ്ട് അത്രത്തോളം വലിയ സ്തംഭനമൊന്നും ഉണ്ടാകില്ലെങ്കിലും ഇതൊരു മര്യാദയ്ക്ക് പെട്ടെന്ന് തീർക്കുന്നതായിരിക്കും നല്ലത്. Meet the editors.